വിദ്യാഭ്യാസ കമ്മീഷന് വേണ്ടി വാദിക്കുന്നവർ അറിയാൻ വേണ്ടിട്ട് ഒരു മിനിറ്റ് പറഞ്ഞോളൂ. രാഹുൽ ഈശ്വരൻ എന്തുകൊണ്ട് വേശ്യാലയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നില്ല? വേശ്യാലയങ്ങൾ എന്തിനാ വന്നേ? ഈ തള്ള എന്താണ് പറയുന്നത്? അടിച്ചമർത്താൻ വേണ്ടി വേശ്യാലയങ്ങൾ എന്താ? കാരണം പുരുഷന്റെ രതിസുഖം എക്സ്ട്രാ കണ്ടെത്താൻ വേണ്ടിയല്ലേ വേശ്യാലയങ്ങൾ? പുരുഷന്റെ രതിസുഖം എക്സ്ട്രാ കണ്ടെത്താൻ വേണ്ടിയല്ലേ വേശ്യാലയങ്ങൾ? ഒരൊലക്ക കിട്ടുമോ? ഒരു പുതിയ സംവിധാനം വേണം, പുരുഷ കമ്മീഷൻ വേണം എന്നല്ല. ഒരു സ്ത്രീയുടെ വ്യാജ പരാതി കിട്ടിയാൽ അതനുസരിച്ചിട്ട് ഒരു ജുഡീഷ്യൽ റിമാൻഡിൽ 14 ദിവസത്തെയോ 30 ദിവസത്തെയോ വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. അത് ജയിൽ സന്ദർശനമേ ആയി കാണേണ്ടതില്ല. ഇവിടുത്തെ കാരണം സംഭയാമി യുഗേ യുഗേ സംഭവിക്കാതിരിക്കുന്ന സംഭവിക്കാനേ മാധ്യമങ്ങൾക്ക് ഒരു പങ്കുണ്ട്. വി ആർ ദ ഗസ്റ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ്. വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ എ ജുഡീഷ്യൽ റിമാൻഡ്. പ്രേമ ഒന്ന് പിടിച്ചേ, എനിക്ക് ഇത്തിരി പണിയുണ്ട്. എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? അങ്ങനെ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് എപ്പോഴെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? അത് പിന്നെ വെളിയിൽ നിന്ന് തത്വം പറഞ്ഞു അണ്ണാന്ന് വിളിച്ചോ, ആണ്ട് വേറെ വിളിപ്പിക്കരുത്. പറയാം. ജയിലിൽ കിടക്കുന്നവനെ എന്റെ വേദന ഞാൻ പറയും, കള്ളപ്പന്നി. ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ സുന്ദരനും സുമുഖനുമായിട്ടാണ് ജുഡീഷ്യൽ റിമാൻഡ് കഴിഞ്ഞത്. ജയിലിൽ കിടന്നതിന്റെ സൗന്ദര്യമാണോ? വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഈ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആണെന്നൊക്കെ പറയുന്നത് അങ്ങനെ കിടക്കുമ്പോഴേ രാഹുലെ 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. എന്റെ അനുഭവത്തിന് ഞാൻ പറയണത്. അതായത് ഇവിടെ പുരുഷന്മാർ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീകൾ കൊടുക്കുന്ന വ്യാജ പരാതിയാണോ? എന്താ സംശയം? പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ജാതീയത, ഇവിടുത്തെ വർഗീയത. അല്ല, കേരളത്തിന്റെ കേരളത്തിന്റെ തേങ്ങ വേറെ വർഗീയതയും പ്രശ്നമാണ്. അതുമായിട്ട് കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാമോ? വിഷയം കൺഫ്യൂസ് ചെയ്യാനാണ്. ഈ ഹോട്ട് ലൈനിൽ വിളിക്കലും ചരമ വീടുകളിലുള്ള സന്ദർശനത്തിനും അപ്പുറമായിട്ട് രാഹുലും ഈ പുരുഷ കേസരികളും എന്ത് വെൽഫെയർ ആണ് പുരുഷന്മാർക്ക് കൊടുക്കുന്നത്? രൂപയുടെ ഉപകാരം ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ 3,17,000 രൂപ കൊണ്ട് കൊടുത്തു. അതാണ് വ്യത്യാസം. 1 രൂപയുടെ ഉപകാരം ചെയ്തിട്ടുണ്ടോ? ഇല്ല. കിട്ടിയല്ലോ. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ദലിത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. തരത്തിലുള്ള സ്ത്രീകളുടെ പട്ടികയിൽ വരുന്നവരല്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ അല്ല, എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? ഈ SC/ST അട്രോസിറ്റി ആക്ട് എന്ന് പറയുന്ന നിയമപ്രകാരം കൂടിയാണ് ഇവർ ജയിലിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. അവർക്ക് വേണ്ടി ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. സമൂഹത്തിലെ ഒരു വിഭാഗത്തിനെയും ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ നിയമ സംവിധാനങ്ങൾ വേറിട്ട് കാണുന്നില്ല. ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് രാഹുലിന് വ്യക്തമായിട്ട് അറിയാം. ജെൻഡറിന്റെ ബേസിലല്ല. എന്തുവാ? ജെൻഡറിന്റെ ബേസിലല്ല, തീർച്ചയായിട്ടും. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. അഫർമേറ്റീവ് ആക്ഷൻ തന്നെയാണ്. നീ ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അതോ ജെൻഡറിന്റെ ബേസിൽ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞത്. യൂത്ത് കമ്മീഷൻ എന്തിനാണെന്നുള്ള രാഹുലിന്റെ ചോദ്യം. യൂത്ത് കമ്മീഷൻ ഒരു അതായത് പറഞ്ഞോളൂ, മറ്റേ ഇതല്ലേടാ, ഒരു വൾനറബിൾ ഏജിലാണ് ആ കുട്ടികൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പീഡന പരാതി കൊണ്ട് കൊടുത്താൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അയാൾക്കെതിരെ ഉടനടി കേസെടുക്കുന്നത് താങ്കളോട് ആരാണ് പറഞ്ഞത്? എവിടുന്ന് വന്നടാ ഇവനൊക്കെ? എനിക്ക് തോന്നുന്നു വിനീത എഴുത്തുകാരിയുടെ ആയതുകൊണ്ട് ഒരു സങ്കല്പ ലോകത്താന്നും 1 മണിക്കൂർ കൊണ്ട് FIR ഇട്ടിട്ടുണ്ട് കേരളത്തിൽ. ഒറ്റ മണിക്കൂർ കൊണ്ട്. എടാ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. ആണുങ്ങളുടെ ഇമോഷണൽ ഹെൽത്തിനെ കുറിച്ച് പോലും എവിടെ നിന്ന് കിട്ടി ഇതിനെ? ആദ്യമായിട്ട് ലോകത്ത് തന്നെ സംസാരിച്ചിട്ടുള്ളത് ഫെമിനിസം തന്നെയാണ്, വേറെ ആരുമല്ല. ഞാൻ 5 വർഷക്കാലം വനിതാ കമ്മീഷൻ അംഗമായിരുന്നു. 500 കേസുകളെങ്കിലും എന്റെ മുൻപിൽ വന്നു പോയിട്ടുണ്ട്. ശരിയാണെന്നാണ്. ഏതാണ് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. ബിറ്റ്വീൻ 10 and 15% വ്യാജ പരാതികളായിരുന്നു. 15 അല്ലേ സാറേ? ഇത് വലിയ ശല്യായില്ലോ മാതാവ്. ഞാൻ പറയാം, വനിതാ കമ്മീഷൻ പല്ലില്ലാത്ത പുലിയാണ്. സർക്കാർ തന്നെ വല്ലവന്റെയും ചെലവിലാ മോനെ. വനിതാ കമ്മീഷനിൽ കൂടെ തന്നെ നീതി കിട്ടില്ല. വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം.
വേണം വേണം അത് വേണം അതില്ലാതെ പറ്റുകയല്ല മുതല അല്ലാതെ ഈ പല്ലില്ലാത്തതാണെന്നൊന്നും വന്നിട്ട് എല്ലാവരും ശമ്പളവും നമ്മളൊക്കെ നികുതി പണമൊക്കെ വാങ്ങിയിട്ട് അവരവിടെ ഇരിക്കാം. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. സാധാരണ 20,000 1 ലക്ഷം ഒക്കെ സാലറി വാങ്ങുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? പറഞ്ഞു കൊടുക്കണേ. വിവാഹം കഴിച്ചു പോയിഞ്ഞാൽ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? എനിക്കെന്തോ പോലെ പുരുഷന്മാര് കൊടുക്കുന്ന 5,000 6,000 രൂപ മെയിന്റനൻസ് കൊണ്ട് ജീവിച്ചു കൊള്ളണം. 1 ലക്ഷം രൂപ കിട്ടുന്ന സ്ത്രീക്ക് 5,000 രൂപ ഒരാളെ ഡൈവേഴ്സ് ചെയ്തു, അവൻ പിന്നെ അന്യ പുരുഷനാണ്, പിന്നെ എന്തിനാണ് അവന്റെ കാശ് വാങ്ങിച്ച ഇതിലും നല്ലത് ഉടളങ്ങാ വിഴുങ്ങി ചത്തൂടെ ചായ. സമൂഹം ചലിക്കുന്നത് മുന്നോട്ടാണ്, ഒരിക്കലും പിന്നോട്ടല്ല. അതെ അതെ. പുരുഷനെ കേൾക്കാൻ വേണ്ടിട്ട് ഒരു സ്പേസ് വേണം. പുരുഷാവകാശ കമ്മീഷൻ വേണം തന്നെയാണ് ഞങ്ങളും അഭിപ്രായപ്പെടുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. ക്വാളിറ്റി തന്നെയാണ് വേണ്ടത്. അപ്പോ സ്ത്രീകൾക്ക് ഒരു സ്ഥലം ഉള്ളത് പോലെ തന്നെ പുരുഷന്മാർക്കും എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും ഇതാക്കാനും ഒരു സ്ഥലം വേണം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എനിക്കും പുരുഷാവകാശം വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അവകാശമുള്ള പോലെ തുല്യമായിട്ട് തന്നെ പുരുഷന്മാർക്ക് അവകാശമുണ്ട്. തല കറങ്ങുന്നല്ലോ കുട്ടുന്നേരെ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ, എനിക്കിത് കേട്ടിട്ട് എന്റെ ദേഹം മുഴുവൻ കറങ്ങും. സ്ത്രീകൾക്ക് വേദന എടുക്കുന്നത് പോലെ തന്നെ പുരുഷന്മാർക്കും വേദന എടുക്കും. ഇതാണ് ന്യൂ ജനറേഷൻ. അപ്പൊ അവർക്ക് ചോദിക്കാനും ആൾക്കാർ വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഒരു ഈക്വൽ ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് പറ്റുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു? അതാണ് എന്റെ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെൻസിന് സപ്പോർട്ട് കൊടുക്കാനുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്യണം? എനിക്കറിയാമെന്ന് വിചാരിക്കട്ടെ, ഇവിടെ ട്രാൻസ്ജെൻഡർ സമൂഹങ്ങൾ കഴിഞ്ഞ കുറെ നിനക്കറിയാമോ? ഞാൻ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ തവണ പോയപ്പോൾ അവിടെ കോമൺ വാഷ്റൂംസ് കൊടുക്കുന്ന കാലഘട്ടമാണ്. കാണിച്ച അമ്മച്ച് കാണാൻ ഇടിച്ചിന്റെ കൂമ്പലിക്കളെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? കമ്മീഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരിക്കലും പറ്റില്ല. അതല്ല പയ്യൻ ചോദിച്ചത്. മണ്ടൻ കളിക്കുകയാണോ അത് ഒറിജിനൽ മണ്ടനാണോ? വേണ്ടിയിട്ട് അവരുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? എന്താണ് പെട്ടെന്ന് പറ. എല്ലാ വിധത്തിലും ഇവന് വട്ട. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവം. റേപ്പ് ചെയ്ത് 6-ാം ദിവസം കൊടുത്തു. റേപ്പ് ചെയ്ത് 6-ാം ദിവസം റേപ്പ് ചെയ്തവന് 10,000 രൂപ കരിങ്കൂയിലേ കച്ചേരി വെക്കപ്പോറേ.